നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പണ്ട് ഇന്ത്യയിലെ ഒരു സിറ്റിയില് ഡയമണ്ടും ഗോൾഡൊക്കെ പച്ചക്കറി വിൽക്കണ പോലെയാണ് ചന്തകളിൽ വിറ്റുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു സിറ്റി നശിക്കാൻ വേണ്ടി വന്നത് വെറും 6 ദിവസം. ഇതാണ് ഇപ്പൊ ഹംപിയുടെ അവസ്ഥ. ജീവിച്ചിരുന്ന ഒരു ഹംപിയാണത്. പക്ഷെ ഇപ്പോഴത്തെ ഹംപി എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ജസ്റ്റ് മാൻ മെയ്ഡ് ആർക്കിടെക്ചർ ആണ് ഇപ്പൊ കാണുന്നത്. ഹംപിനെ പറ്റി ആരും പറഞ്ഞു തരാത്ത സംഭവം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. 1300-കളില് ഹംപിയായിരുന്നു ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി. ഹംപി കാണാനെത്തിയ പോർച്ചുഗീസ് ട്രാവലേഴ്സ് പറഞ്ഞത് ഗോൾഡൻ ഡയമണ്ട് ഒക്കെ കൊട്ടക്കണക്കിനാണ് ചന്തകളിൽ വിറ്റുകൊണ്ടിരുന്നത്. ആനന്ദത്തിൽ കാണുന്ന ഹംപി സമാധാനം നിറഞ്ഞൊരു ഹംപിയാണ്. എന്നാൽ 1500-ല് ഹംപിന്റെ അവസാന നാളുകളില് ചോരയാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. ചിലപ്പോ ഇവ നിൽക്കണ ഇവിടെ നിന്നൊക്കെ വല്ല തലവരിന് പോയിട്ടുണ്ടാവും. എന്താ സംഭവം ഞാൻ ലാസ്റ്റ് പറയാം. ഹംപി ഇപ്പോഴും വേൾഡ് ഫേമസ് ആയിട്ട് നിൽക്കണതിന്റെ കാരണം അതിന്റെ ആർക്കിടെക്ചർ ആണ്. ഇതാണ് മ്യൂസിക്കൽ പില്ലേഴ്സ്. ഈ പില്ലറിൽ നമ്മൾ കൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക്കൽ നോട്ട്സ് കേൾക്കാൻ പറ്റും. അതും ഓരോ പില്ലറിനും ഓരോ സൗണ്ട്. 200 വർഷം എടുത്ത് വിജയനഗര എംപയറിന് ഇത് മൊത്തം ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷെ ഉണ്ടല്ല, ഒരു 4 മുസ്ലിം സുൽത്താനിസ് കൂടി ചേർന്നിട്ട് ഇത് വെറും 6 ദിവസം കൊണ്ടാണ് നശിപ്പിച്ചത്. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹംപിന്റെ മുസ്ലിം കമാൻഡേഴ്സ് കൂറുമാറി. അടപടല യുദ്ധം തോറ്റ്. അന്ന് ഭരിച്ചിരുന്ന രാമരയ്യന്റെ തല വെട്ടി കുന്തൊത്തി കുത്തി ഹംപി കൂടെ നടന്നു. കുറെ പേര് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കുഴിച്ചു മൂടി. ഹംപി അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ്